ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ജേണൽ ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ ജേണൽ ബുക്ക്. അപ്പോൾ നമ്മളിന്ന് ഒരു ജേണൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കറാണ്. അതിൽ നിന്ന് ഞാൻ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബട്ടർഫ്ലൈ, പിന്നെ ഒരു സൂര്യകാന്തി, പിന്നെ ഒരു കൊച്ചു ബോളും കൂടി കട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റിക്കി നോട്ട്, പിന്നെ ഒരു കുഞ്ഞ് തൂവൽ, ഇതൊക്കെയാണ് ഞാൻ ജേണലിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ തൂവലെടുത്തിട്ട് ഈ ഒരു ബുക്കിൻ്റെ കോർണറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഒരു സ്റ്റിക്കറാണ് എടുക്കുന്നത്. അത് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഈ ഒരു സദനയിൽ ഈ ഒരു തൂവലിൻ്റെ അടിവശത്താക്കി ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ തോട്ടിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തോട്ട് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് കുറച്ച് സ്റ്റിക്കി നോട്ടാണിത്. ഇത് പശ വെച്ചിട്ട് ഒട്ടിക്കാം. ഇവിടെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലൂടെ എന്തെങ്കിലും തോട്ട് എഴുതി കൊടുക്കാം. ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഈ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നെറ്റ് വെച്ചിരുന്ന ബോളും കൂടി ഒട്ടിച്ചു കൊടുക്കണം. ഇത് കോർണർ സൈഡിലേക്ക് അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഈ ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ തേച്ച് കൊടുക്കാം. നമുക്ക് അതിലേക്ക് തോട്ട് എഴുതി കൊടുക്കാം. നമുക്ക് ബ്ലൂ സ്കെച്ച് കൊണ്ട് അതിനൊന്ന് ബോർഡർ കൊടുക്കാം. അതിൻ്റെ താഴേക്ക് നമുക്ക് ഹാർട്ട് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സൂര്യകാന്തിയും കൂടെ അതിൻ്റെ ഇടയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ശരി, മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു വശത്താണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗുഡ് മോർണിംഗ് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കൂടി എഴുതി കൊടുക്കാം. ഇതാണ്ടില്ലേ എൻ്റെ സൈഡിൽ സ്റ്റിക്കി നോട്ട് അതിനകത്തുനിന്ന് ഒന്നെടുത്തിട്ട് അതുകൂടി ഒട്ടിച്ചു കൊടുക്കാം.
ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലോട്ട് വെച്ചാൽ നല്ലതായിരിക്കും. അതിനകത്ത് നമുക്ക് ബ്ലൂ കളർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. അതിനകത്തൊരു കുഞ്ഞ് മെസ്സേജ് കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു ബ്ലൂ തീമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് പറ്റിയത് ഈ ഒരു ബ്ലൂ ഹാർട്ട് കൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മളൊരു നീല ഹാർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടി പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിക്കിനോട്ടാണ് ഞാൻ വേണ്ടി എടുക്കുന്നത്. ഇത് അങ്ങനെ മുഴുവൻ തീർന്നിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് മുറിക്കണം. കത്രിക യൂസ് ചെയ്യേണ്ട, അല്ലാതെ മുറിക്കുന്ന ചുറ്റി കാണാൻ ഭംഗിയുണ്ടാവുക. അത് എവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളിടത്തേക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഒട്ടിക്കാം. എനിക്ക് ഇച്ചിരി സ്പേസ് കൂടുതലാണ് അവിടെ ഇടയ്ക്കൊക്കെ, അതുകൊണ്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളിടത്തൊക്കെ ഒട്ടിക്കാം. നമുക്ക് ഈ ഒരു അടിയിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് കുറച്ച് റൗണ്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഇരിപ്പുണ്ട്. അപ്പം നമുക്കൊന്ന് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. അത് അങ്ങനെ തന്നെ കട്ട് ചെയ്യാം, സെപ്പറേറ്റ് കട്ട് ചെയ്യണ്ട കേട്ടോ. അല്ലാതെ അങ്ങനെ ഒരു കൊച്ച് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചില്ലേ സ്റ്റിക്കറോട്ടെ, അതിൻ്റെ മണ്ടയിലോട്ടോ കോർണർ സൈഡിലോട്ടോ എങ്ങനെ ഒട്ടിക്കുക. ഞാൻ അതിൻ്റെ താഴത്തെ ഒരു അറ്റം നോക്കി ഒട്ടിച്ചിട്ടുള്ളത്. നമുക്കതിലേക്ക് എന്തെങ്കിലും നല്ലൊരു തോട്ടുകൂടി എഴുതി കൊടുക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ എഴുതുന്നതിനാണല്ലോ ജേണൽ എന്ന് പറയുന്നത്, എഴുതണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാം. നമുക്ക് ഇവിടെ സ്പേസ് ഒക്കെ ഇല്ലേ, ഇവിടെ ചെറിയ ചെറിയ സ്പേസ് ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഹാപ്പി, ഹായ്, ഹലോ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. നമുക്ക് സോ സ്വീറ്റ് എന്നും സോ ക്യൂട്ട് എന്നൊക്കെ എഴുതാം. കുറേ തോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, ഓ വാവ്, അങ്ങനെ കുറേ ഓ നൈസ്, വെരി നൈസ് അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ബ്ലൂ തീമാണല്ലോ ചെയ്തത്, അപ്പം നമുക്ക് നൈസായിട്ടുള്ള വേറെയും കുറച്ച് ബ്ലൂ സ്കെച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വരച്ചു കൊടുത്താൽ മതി. നമ്മൾ എഴുതിയിട്ടും സ്പേസ് ഉള്ളിടത്തേക്ക് നമുക്കതൊക്കെ വരച്ചു കൊടുക്കാം. സിമ്പിളാണല്ലോ വരയ്ക്ക്. ഇതും കൊണ്ട് സ്കെച്ച് ആണ്ട് ഇങ്ങനെ ഒരു വീട്ട് കൊടുത്താൽ മതി, സിമ്പിളായിട്ട് ഹാർട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും.
ഓക്കെ, നമ്മൾ അത്യാവശ്യം എല്ലായിടത്തും ഹാർട്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലാതെയും ഒരു ലൈനോടി തോട്ട് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഭയങ്കര സ്ഥലം കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു ജേണൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതെങ്കിലും പിങ്ക് തീമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലൂ തീം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതെ, ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇന്ന് ആ ഒരു തൂവലിൻ്റെ ഒരു മണ്ടവശം കണ്ടില്ല, ഒരു ലൈറ്റ് ബ്ലൂ, നല്ലൊരു തിളങ്ങുന്ന ഒരിതാണ്. അപ്പോൾ ഇത് അങ്ങനെ ഫൈനലി നമ്മുടെ ജേണൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ജേണൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ, ബൈ ബൈ.